ഈ നക്ഷത്രക്കാർ മക്കളായി പിറന്നാൽ മാതാപിതാക്കൾക്ക് കോടീശ്വര ഭാഗ്യം എന്ന് പറയുന്നു. ചില നക്ഷത്രക്കാർ മക്കളായി പിറന്നാൽ ജ്യോതിഷപ്രകാരം മാതാപിതാക്കൾക്ക് സർവ്വഭാഗ്യവും ഫലവുമായി പറയുന്നു. ഏതെല്ലാം നാളുകാരാണ് ഇവർ എന്നറിയാം. ജ്യോതിഷപ്രകാരം 27 നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങൾ 12 രാശികളിൽ പെടുന്നു. ഒരു നക്ഷത്രത്തിന് തന്നെ 2 ഭാഗം 2 രാശികളിലായി വരാനും സാധ്യതയുണ്ട്. നക്ഷത്രപ്രകാരം പല പ്രത്യേകതകളും പറയുന്നു. പൊതുഫലം എല്ലാ നക്ഷത്രക്കാർക്കുമുണ്ട്. അതേസമയം ജാതകപ്രകാരം ഇതിൽ വ്യത്യാസങ്ങളും ഉണ്ടാകാം. ചില നക്ഷത്രങ്ങൾ ജനിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഭാഗ്യവുമായി കടന്നു വരുന്നു. ഇത്തരത്തിലെ ചില നക്ഷത്രങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഇവർ ജനിച്ചാൽ മാതാപിതാക്കൾക്ക് നല്ല കാലം, കോടീശ്വരയോഗം കൊണ്ടുവരുമെന്നാണ് വേണം പറയാൻ. ഇത്തരത്തിലെ ചില നക്ഷത്രക്കാരെക്കുറിച്ച് നമുക്കറിയാം. ഇതിൽ ആദ്യത്തേത് അശ്വതിയാണ്. ഇവർ മാതാപിതാക്കൾക്ക് ഭാഗ്യവുമായി കടന്നു വരുന്ന നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാർ വീടിന് ഭാഗ്യവുമായി ജനിക്കുന്നു. മാതാപിതാക്കൾക്ക് കഷ്ടകാലം മാറി നല്ല കാലം വരുന്നു. സമ്പദ് സമൃദ്ധി കൊണ്ടുവരുന്നു. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഇതിൽ അടുത്ത നക്ഷത്രം ജന്മന മാതാപിതാക്കൾക്ക് ഭാഗ്യവുമായി വരുന്ന നാളുകാരാണ് ഇവർ. ഈ നാളുകാർ മക്കളായി ജനിച്ചാൽ മാതാപിതാക്കൾക്ക് ഭാഗ്യവും ഉയർച്ചയും സർവ്വ ഐശ്വര്യവും ഫലമായി പറയുന്നു. ഈ നാളുകാർ ആ വീട്ടിലെ മാതാപിതാക്കൾക്ക് ഏറെ ഗുണഫലങ്ങൾ ഫലമായി പറയാം. അടുത്തത് മകം നക്ഷത്രമാണ്. ഇവരും പൊതുവെ മാതാപിതാക്കൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന നക്ഷത്രക്കാരാണ്. ഇതുവരെയുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാറുന്നു. മാതാപിതാക്കൾക്ക് ഭാഗ്യവും ഐശ്വര്യവുമായി പിറന്നു വീഴുന്ന നാളുകാരാണ് ഇവർ. സാമ്പത്തികമായും അല്ലാതെയും ഇവരുടെ മാതാപിതാക്കൾക്ക് ഈ നാളുകാർ മക്കളായി പിറക്കുന്നതോടെ ഉയർച്ചയും ഭാഗ്യവും പ്രതീക്ഷിക്കാം. അടുത്തത് പൂരം. കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഫുള്ളായി മാറിക്കിട്ടുന്നു. അടിക്കടി ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഭാഗ്യമെല്ലാം തന്നെ വരുന്നു. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചാൽ മാതാപിതാക്കൾ വീടുകൾ വെച്ച് മാറാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ ഐശ്വര്യം ഭാഗ്യവും ഫലമായി പറയുന്നു. മക്കൾക്ക് കോടീശ്വര യോഗം വരെ നൽകാൻ സാധിക്കുന്ന അപൂർവ നാളുകളിൽ ഒന്നാണ് ഉത്രം നാൾ. അടുത്തത് തൃക്കേട്ടയാണ്. ഈ നാളുകാർ മക്കളായി പിറന്നാൽ മാതാപിതാക്കൾക്ക് അടിച്ചുവടി കയറ്റം എന്ന് വേണം പറയാൻ. ഏറെ ഐശ്വര്യവും ഉയർച്ചയും ഭാഗ്യങ്ങളും മാതാപിതാക്കൾക്ക് സമ്മാനിക്കാൻ സാധ്യതയുള്ള നാളാണ് ഇത്.